നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിവാദ നിസ്കാരമുറി സംഭവത്തിൽ ഗൗരവത്തോടെ ഇടപെടുകയാണ് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ശ്രദ്ധയൂന്നുകയാണ് കേന്ദ്ര ഏജൻസികളെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളെ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിടുന്ന ചില സംഘടനകൾ എറണാകുളം, കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും സംഭവത്തിന് പിന്നിൽ ഇവരുടെ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. കേന്ദ്ര ഏജൻസികൾ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനകളായ MSFും അതുപോലെ തന്നെ SFIയുമായിരുന്നു സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് കോളേജ് മാനേജ്മെൻറ്റ് തറപ്പിച്ചു പറയുകയായിരുന്നു. കഴിഞ്ഞ 70 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന നിർമ്മല കോളേജ്. ഈ കോളേജിൻ്റെ 300 അടി അകലെ നടന്നു പോലും പോകാൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ ഇസ്ലാം മതവിശ്വാസത്തിലുള്ള ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൽ സ്ത്രീകൾക്കടക്കം നിസ്കാരത്തിനുള്ള സൗകര്യവുമുണ്ട്. എന്നിട്ടും അവിടെ പോയി നിസ്കരിക്കാതെ എന്തിനാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരു മുറി നിസ്കാരത്തിനായി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയത് എന്നതാണ് കേരള പോലീസിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഘടകം. മൂവാറ്റുപുഴ എന്ന പ്രദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മൂവാറ്റുപുഴ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില തീവ്ര ശക്തികളുടെ കൃത്യമായ പ്രവർത്തനം, അത് സംബന്ധിച്ച കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി കണക്കാക്കുന്നു. അതുമാത്രവുമല്ല, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം അത് മൂവാറ്റുപുഴയിലാണ്. ആ സംഭവത്തിന് പിന്നിലുള്ള ക്രിമിനൽ ശക്തികളെ അടുത്തിടെയാണ് പ്രധാനമായും പിടികൂടിയത്. അത്തരത്തിൽ തീവ്രവാദ ശക്തികൾക്ക് കൃത്യമായി വേരോട്ടമുള്ള ഒരു മേഖലയാണ് മൂവാറ്റുപുഴ പ്രദേശമെന്നുള്ളത് കൂടി ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കണമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൂട്ടൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർമ്മല കോളേജിലെ വിവാദത്തെ കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നതിനുപരിയായി ചില ഗൗരവമുള്ള വിഷയമായി കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. ഇതിന് പിന്നിൽ ചില തീവ്ര ആശയക്കാരും അവരെ പിന്തുണയ്ക്കുന്ന ചില ശക്തികളുമുണ്ട് എന്നുള്ളത് കൃത്യമായി കേന്ദ്ര ഏജൻസികൾ മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഇവരാണ് ഇത്തരത്തിൽ പിരികയറ്റി വിടുന്നതെന്നും വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രശ്നമുണ്ടാക്കുകയും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയുമാണ് ഈ സംഘടനകളുടെ ലക്ഷ്യമെന്നും കൃത്യമായി കേന്ദ്ര സംഘടനകൾ, കേന്ദ്ര ഏജൻസികൾ കണക്ക് കൂട്ടുന്നു. കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനുള്ള ഗൂഢ അജണ്ട സംഭവത്തിൻ്റെ പിന്നിലുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സംശയം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളം, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ നിർമ്മല കോളേജിലെ വിവാദവും എന്ന സംശയത്തിലാണ് കേന്ദ്ര സർക്കാർ. നിർമ്മലയിലെ നിസ്കാര വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടതുകൂടി ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നിസ്കാരം നടത്താൻ വന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിച്ചത് എന്ന ആക്ഷേപവും മറുഭാഗത്ത് ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന ആവശ്യമാണ് ഇസ്ലാമിക ജിഹാദികളുടെ പിന്തുണയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചതെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. വനിതകളുടെ വിശ്രമമുറി നിസ്കാരത്തിന് ഉപയോഗിച്ചതിനെതിരെ കോളേജ് അധികൃതർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ സമരവുമായി വന്നത് MSFും SFIയുമാണ്. MSF മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ SFI ഒരു മതത്തിനോടും കൂറില്ലെന്ന് പറയുന്ന മതേതര സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹിജാബ് ധരിച്ച് സർജറി നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നതും അടുത്തിടെയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂൾ യൂണിഫോമിന് പകരം മതവേഷവിധാനം അനുവദിക്കണമെന്ന ആവശ്യവും കേരളത്തിൽ ശക്തമാകുന്നതും ഈ അടുത്ത കാലത്താണ്. ഇതൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നില്ല. ഇതൊക്കെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ മുന്നിലിറക്കിക്കൊണ്ട് കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള ചില തീവ്ര ശക്തികളുടെ ശ്രമത്തിൻ്റെ ഭാഗമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടൽ.
ക്യാമ്പസുകളിൽ കടന്നുകയറിയിട്ടുള്ള ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണ് സമീപകാല സംഭവവികാസങ്ങളെന്നാണ് കണക്കുകൂട്ടലുകൾ. ക്യാമ്പസുകൾ ഉണ്ടായിട്ടുള്ള ജിഹാദി പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണ് സമീപകാല സംഭവങ്ങളെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൂട്ടൽ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളികൾ ഉണ്ടെന്നിരിക്കെ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. ഈ നില തുടരുകയാണെങ്കിൽ നാളെ ചിന്മയ മിഷൻ്റെയും അമൃതാനന്ദമയി മഠത്തിൻ്റെയും കോളേജുകളിലും NSSൻ്റെയും SNDP യോഗത്തിൻ്റെയും കോളേജുകളിലും നിസ്കാരമുറി വേണമെന്ന ആവശ്യം ഉയരുമെന്നാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും അടക്കം IT സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം ആവശ്യങ്ങളുമായി പൊളിറ്റിക്കൽ ഇസ്ലാം ജിഹാദി ഭീകരർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. നിർമ്മല കോളേജിലും മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിലുമടക്കം നിസ്കാരമുറി വേണമെന്ന് പറയുന്നവർ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ, ഇസ്ലാമിക മാനേജ്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥരുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ച് നൽകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഒരിക്കലും അനുവദിച്ച് നൽകില്ല എന്നുള്ളതാണ് അതിനുത്തരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ജിഹാദി പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിഷയം ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. മതനിന്ദയുടെ പേരിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടി മാറ്റിയ സ്ഥലമാണ് മൂവാറ്റുപുഴ. ഇവിടെയാണ് TJ ജോസഫ് ഇപ്പോഴും താമസിക്കുന്നത്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തീവ്രവാദം തുടങ്ങുന്നത് കൈവെട്ടു സംഭവത്തോടു കൂടിയാണ്. ഇതേ സ്ഥലത്താണ് ഒരു പ്രകോപനവും കൂടാതെ ചില കുട്ടികൾ നിസ്കാരമുറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിന് SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയുണ്ടായി എന്നുള്ളതും ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട കാര്യമാണ്. മറ്റൊരു മതവിഭാഗം നടത്തുന്ന പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾ ഇത്തരമൊരു ആവശ്യം ഉയർത്തിയത് ആരുടെയെങ്കിലുമൊക്കെ ചട്ടുകത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം നിർമ്മല കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കാരമുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച സംഭവത്തിൽ പ്രദേശത്തെ മുസ്ലിം ആരാധനാലയങ്ങളിൽ നിന്നുള്ള സംയുക്ത പ്രതിനിധി സംഘം കോളേജ് അധികൃതരെ സന്ദർശിച്ച് ഖേദം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ SFI സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞിരുന്നു. സെൻട്രൽ മഹല്ല് കമ്മിറ്റി ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി, പേട്ട മഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം കാഞ്ഞാർ നിസാർ മൗലവി, ജമാഅത്ത് പ്രസിഡന്റുമാരായ PM അബ്ദുൽ സലാം, KM സെയ്ദ് മുഹമ്മദ് റാവുത്തർ, PSA ലത്തീഫ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സമരം അറിവില്ലായ്മയാണെന്നും സമീപത്ത് വനിതകൾക്കും ആരാധനാ സൗകര്യമുള്ള മസ്ജിദ് ഉള്ളപ്പോൾ വിദ്യാർത്ഥികളുടെ ദുശാഠ്യം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിനിധി സംഘം കോളേജ് അധികൃതരെ അറിയിച്ചു. അവിടെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹാരം കാണും. മൂവാറ്റുപുഴയിലെ മത സാമുദായിക സൗഹാർദ്ദത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ചില എയർപോർട്ടുകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ചില എയർപോർട്ടുകളിൽ നിസ്കാര മുറികൾ കൂടിയുണ്ട്. എയർപോർട്ടുകൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും വരുന്ന സ്ഥലങ്ങളാണ്, എല്ലാ മതസ്ഥരും വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ചില നിസ്കാര മുറികൾ, ചില മസ്ജിദുകൾക്ക് സമാനമായിട്ടുള്ള ചില ആരാധനാ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിന് പണം മുടക്കുന്നതാകട്ടെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്യവസായിയുമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെ റിസർവ് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ കുറച്ച് പേർക്ക് നിസ്കരിക്കണമെങ്കിൽ ബാക്കി മതവിഭാഗങ്ങൾക്ക് കൂടി അവരുടെ ആരാധന നടത്താനുള്ള സൗകര്യങ്ങൾ ഈ എയർപോർട്ടുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കണ്ടേ? അതൊന്നുമില്ല. അവിടെയൊക്കെ മതേതരത്വം പറയുന്ന ആളുകൾ മത പ്രീണനം മാത്രമാണ് നടത്തുന്നത്. അവിടെ ഒന്നും മതേതരത്വമില്ല. അവിടെയൊക്കെ മതപ്രീണനം, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ള നിസ്കാര മുറികളും നിസ്കാര ഇടങ്ങളുമൊക്കെ ഉണ്ട്. മറ്റു മതസ്ഥരെയൊന്നും അവർ കാണുന്നേയില്ല. മറ്റു മതസ്ഥർക്കൊന്നും അവകാശങ്ങളില്ല. മറ്റു മതസ്ഥർക്കൊന്നും ഇത്തരം ആരാധനാ ക്രമങ്ങളില്ല. അവരെ ഒന്നും കണക്കാക്കുന്നേയില്ല. ചില ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പ്രത്യേക നിസ്കാര മുറി, പ്രത്യേക നിസ്കാര സ്ഥലമെല്ലാം. ഇത് കോളേജ് ക്യാമ്പസുകളിൽ മാത്രമല്ല, എയർപോർട്ടുകളിൽ വരെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.